Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ Oppo F17 Pro ആണ്. അപ്പോൾ ഓപ്പോന്റെ F സീരീസ് എപ്പോഴും ഒരു മികച്ച ക്യാമറ ഹാർഡ്വെയറും അങ്ങനെ ഡിസൈനിലും എല്ലാത്തിലും മുൻതൂക്കം കൊടുക്കുന്ന ഒരു സീരീസാണ് F സീരീസ്. അപ്പോൾ F സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിരുന്നു F15 ഈ വർഷം ആദ്യം ഇറങ്ങിയത്. അപ്പോൾ F15 ശേഷം ഓപ്പോ ഇറക്കുന്ന നെക്സ്റ്റ് ഡിവൈസാണ് F17 Pro. അപ്പോൾ F17 Pro ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഹാർഡ്വെയർ എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. ഇതിനകത്ത് വരുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പും ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേയും Helio P95 ഒക്ടോ പ്രോസസ്സറും 8GB ഓഫ് റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അതുകൂടാണ്ട് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ഹാർഡ്വെയർ ആസ്പെക്ട്സ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് Oppo F17 Pro. അപ്പോൾ അൺബോക്സ് ചെയ്ത ഡിവൈസ് നമ്മൾ കാണിക്കാം, സോഫ്റ്റ്വെയർ ആസ്പെക്ട്സും ക്യാമറ സാമ്പിൾസും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് Oppo F17 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് Oppo F17 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ കയ്യിൽ ബോക്സ് കിട്ടിയിരിക്കുകയാണ് 8GB റാം 128GB സ്റ്റോറേജ് Oppo F17 Pro. ഇനി ബാക്കിൽ ചെയ്തിരിക്കുന്നത് 7.48mm അൾട്രാ സ്ലീക്ക് ബോഡി. അത് വളരെ മിനിമലിസ്റ്റിക് തിക്നെസ്സേ വരുന്നുള്ളൂ. AI പോർട്രേറ്റ് ക്യാമറാസ് 6 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ക്വാഡ് റിയർ ക്യാമറാസും ഡുവൽ സെൽഫി ക്യാമറാസുമാണ് വരുന്നത്. 30 വാട്ട് വൂക്ക് ഫ്ലാഷ് ചാർജിങ് 4.0. ഒരു സൂപ്പർ AMOLED ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. മെറ്റാലിക് വൈറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ്, ബ്ലൂവും ബ്ലാക്കും വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ 8GB റാം 128GB സ്റ്റോറേജ് Helio P95 ഒക്ടോ പ്രോസസ്സറും. സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് സാർ വാല്യൂ കാണാം. 1.125 ഹെഡ് സാറും ബോഡി സാർ 0.99 ആണ്. 5 വോൾട്ട് 6 ആംപിയർ, അതായത് 30 വാട്ട് ബുക്ക് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ ബോക്സ് തുറക്കാം ആദ്യം തന്നെ. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബോക്സാണ് വരുന്നത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് Oppo F17 Pro ആണ്. ഫോൺ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഫോണിനെ കുറിച്ച് നമ്മൾ ഒരു മിനിറ്റിൽ പറയാം. അതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് കൂടി നോക്കാം. ഇതിനകത്ത് വരുന്ന ഒരു കേസാണ്, TPU കേസാണ്. സ്റ്റാൻഡേർഡ് TPU കേസ് നിങ്ങളുടെ ഒരു സ്ക്വയർ ക്യാമറ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള TPU കേസാണ്. LED ഫ്ലാഷും കാണാം. നല്ലൊരു ക്വാളിറ്റി കേസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ സാർ വാല്യൂ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്. അതായത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നാണ് ഇതിനകത്ത് പടത്തിൽ പറയുന്നത്. അപ്പോൾ അതാണ് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ. ഇനി എന്തൊക്കെ ഉണ്ട് നോക്കാം. നമുക്ക് ഒരു അഡാപ്റ്ററാണ് വരുന്നത്. ഇത് സ്റ്റാൻഡേർഡ് 30 വാട്ട് അഡാപ്റ്ററാണ്. നിങ്ങൾക്ക് കാണാം 5 വോൾട്ട് 6 ആംപിയർ 30 വാട്ട് ചാർജിങ് ആണ് മാക്സിമം വരുന്നത്. അതാണ് ഇതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്, സ്റ്റാൻഡേർഡ് കേബിളാണ്. പിന്നെ ഒരു ഇയർഫോണും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. പലരും ഇപ്പോൾ ഇയർഫോൺ ബണ്ടിൽ ചെയ്യാറില്ല. അപ്പോൾ ഇയർഫോൺ നല്ലൊരു ക്വാളിറ്റിയാണ്, കണ്ടില്ലേ, നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു ഇയർഫോണാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എത്രത്തോളം നല്ലതാണ് ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ അത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വരുന്ന ഡിസ്പ്ലേ. നമുക്ക് കാണാം ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ വൈബ്രൻറ്റ് ആൻഡ് കളർഫുൾ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇതിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ 800 nits ആണ് മാക്സിമം ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെ ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ഇതൊരു 60 Hz പാനലാണ്, 90 Hz അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിഫ്രഷ് റേറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. 60 Hz പാനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡുവൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു പവർ ബട്ടൺ റൈറ്റ് സൈഡിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ വോളിയം റോക്കർ കീസും കാണാം, സിം ട്രേയും കാണാം. മുകൾ ഭാഗത്ത് ഒരു ഓപ്പണിങ്സും ഒന്നുമില്ല. താഴത്ത് നമുക്ക് USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡിയോ ജാക്കുമാണ്. ബാക്ക് പാനലാണ് ഇതിൻ്റെ ആക്ച്വൽ ഭംഗി വരുന്നത്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 48 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 2 MP സെൻസേഴ്സാണ് വരുന്നത്. ഒരെണ്ണം മാക്രോ സെൻസറും ഒരെണ്ണം ഡെപ്ത് സെൻസറാണ് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നല്ലൊരു ഫിനിഷാണ്. നമുക്ക് കാണാൻ ഒരു പാറ്റേൺ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പാറ്റേൺ, ഒരു നല്ല ഫിനിഷാണ്. ഇത് ആക്ച്വലി പോളികാർബണേറ്റ് ആണ്, ഗ്ലാസ് അല്ല. അപ്പോൾ ഗ്ലാസ് അല്ലെങ്കിലും ഇത് ആക്ച്വലി ഫിനിഷിങ് നല്ല ഒരു മനോഹരമായ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ Oppo Reno 4 Proയിൽ കണ്ട പോലെ തന്നെ ഉള്ളൊരു ഫിനിഷാണ്, അതായത് നല്ലൊരു ക്വാളിറ്റി ഫിനിഷാണ് നമുക്ക് പറയാം. ഇത് ആക്ച്വലി പോളികാർബണേറ്റ് ആണ്. പിന്നെ ഒരു Oppoൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇതാണ് ക്യാമറ സെറ്റപ്പ്. പിന്നെ ഒരു LED ഫ്ലാഷും കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അറൗണ്ട് 164 grams എന്തേ ഉള്ളൂ. അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ഡിവൈസാണ്. അതുപോലെ തന്നെ എക്സ്ട്രീംലി തിന്നാണ്, ഒരു 7.8mm എന്തോ തിക്നെസ് ഉള്ളൂ. അപ്പോൾ വളരെ തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ഡിവൈസാണ്. പിന്നെ ഗ്ലാസ് അല്ലാത്തതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റുമാണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ്
ഡിസൈൻ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേയും വളരെ മനോഹരമായ ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. പിന്നെ ഒരു ഡുവൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 16 മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഓപ്പോൻ്റെ കളർ OS ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ OSലേക്ക് എടുക്കാം. അപ്പോൾ ഓപ്പോ കളർ OS 7.2 വേർഷനാണ് വരുന്നത്. ആൻഡ്രോയിഡ് 10 ആണ്. ഒക്ടകോ പ്രോസസ്സർ. ഇത് ഹീലിയോ P95 ഒക്ടകോ പ്രോസസ്സറാണ്. 8GB ഓഫ് റാമാണ് വരുന്നത്. ഓപ്പോ F17 Pro നമുക്ക് കാണാം. 128GB സ്റ്റോറേജ് ആണ് നമ്മുടെ വേരിയൻറ്റ് വരുന്നത്. പിന്നെ കളർ OSൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കാണാം. നിങ്ങൾക്ക് റെഗുലർ കളർ OSൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ ടൂൾസ്, അതായത് ആപ്പ് ക്ലോണർ, ഗെയിം സ്പേസ്, സ്പ്ലിറ്റ് സ്ക്രീന്, ടീം കസ്റ്റമൈസേഷൻ, അങ്ങനത്തെ എല്ലാ ഓപ്ഷനും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 48 മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് മോഡ്, നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, പിന്നെ സ്ലോ മോഷൻ, അങ്ങനെ എല്ലാ ഓപ്ഷനും തന്നെ ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ റെക്കോർഡിങ്ങിൽ 4K വീഡിയോ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പോ F17 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായി ക്യാമറ റിവ്യൂ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായി ഡീറ്റെയിൽഡായി ക്യാമറയെക്കുറിച്ച് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് 30 വാട്ട് വൂക്ക് ചാർജിങ് ആണ്. അപ്പോൾ നമ്മൾ വൂക്ക് ചാർജിങ് ടെസ്റ്റ് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. കാരണം എത്ര സമയം എടുക്കും എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം വൂക്ക് ചാർജിങ് 30 വാട്ട് നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ അത് എത്ര ടൈം എടുക്കും എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ചാർജിങ് ടെസ്റ്റും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ F17 Proൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. ആക്ച്വലി ഇത് 25,000 താഴെയാവുമെന്ന് മാത്രമേ ഓപ്പോ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 25,000 പ്രൈസ് സെഗ്മെൻറ്റ് താഴെ ഇരിക്കുന്നത് മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.